ഹലോ, വെൽക്കം ടു സൺസ് കിച്ചണറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനോഫി പൈ ആണ്. ഇത് അതിരുചികരമായ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഡെസേർട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിലേക്ക് വേണ്ട ടോഫി സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടിൻ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ടിന്നിലെ സ്റ്റിക്കർ ആദ്യമേ ഇളക്കി മാറ്റിയതിന് ശേഷം കുക്കറിൽ വെള്ളം ഒഴിച്ച് ഈ ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാം. വെള്ളം ടിന്നിന് മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം. ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ തിളപ്പിക്കാം. അതിനുശേഷം വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കറക്റ്റ് 20 മിനിറ്റ് കൂടി തിളപ്പിക്കുക. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 20 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കുക്കർ സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കുക. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കുക്കർ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ടിന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോഫി സോസ് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഡെസേർട്ടിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് അധികം മധുരമില്ലാത്ത ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ആരോ റൂട്ടും മാരിഗോൾഡും ആയിരിക്കും നല്ലത്. ഞാനിവിടെ 20 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി ഈ ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനാക്കി പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിയോടെ പൊടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാം. ഇതൊരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു ഗ്ലാസ് കൊണ്ട് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ടോപ്പിങ്ങിന് ആവശ്യമായ വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തണുത്ത പാലോ വെള്ളമോ ചേർത്ത് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന പാലിൻ്റെയോ വെള്ളത്തിൻ്റെയോ അളവ് വിപ്പിംഗ് ക്രീം പാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ വിപ്പിംഗ് ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പഴം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. റോബസ്റ്റ പഴമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി ഈ പഴത്തിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴം ഒരുപാട് അങ്ങ് കറുത്തു പോകില്ല. ഇനി നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ട്രേ എടുക്കാം. ഇനി ഇതിലേക്ക് ടോഫി സോസ് ചേർത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം വെച്ച് കൊടുക്കാം. ഇനി പഴത്തിന് മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ച് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ഇല്ല എങ്കിൽ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ പഴത്തിൻ്റെ മുകളിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും വെച്ച് കൊടുത്താലും മതി. ഇനി വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെക്കാം. ഇത് സെറ്റ് ചെയ്യാൻ ട്രേ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഗ്ലാസ്സിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബനോഫി പൈ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.